ഹലോ, എല്ലാവർക്കും നമസ്കാരം. ശ്രുതിസ് പ്ലേലിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഗീതത്തിന് പ്രാധാന്യം നൽകി ഒരുപാട് ചിത്രങ്ങളാണ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ? അതിലെനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചിത്രമാണ് മഴ. മഴ എന്ന സിനിമയാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. മഴ എന്ന ചിത്രം തിരഞ്ഞെടുക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട് കേട്ടോ. ഈ 2025 ആയപ്പോൾ മഴ എന്ന സിനിമ റിലീസ് ചെയ്തിട്ട് 25 വർഷം തികയുന്നു. അതായത് 2000 ആണ്ട് ഓഗസ്റ്റ് 4-ാം തീയതിയാണ് മഴ എന്ന സിനിമ റിലീസായത്. എന്നെ പോലെ ഈ സിനിമയും ഇതിലെ പാട്ടുകളെയും ഏറെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കടന്നാലോ? മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണിത്. ലെനിൻ രാജേന്ദ്രൻ സാർ എഴുതി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ബിജു മേനോനും സംയുക്ത വർമ്മയും ലാലും പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ആ വർഷത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ് ബെസ്റ്റ് ആക്ട്രസ് സംയുക്ത വർമ്മയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ബെസ്റ്റ് ലിറിക്സ്, ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബെസ്റ്റ് സിംഗർ, ബെസ്റ്റ് സൗണ്ട് റെക്കോർഡർ എന്നീ വിഭാഗങ്ങളിലും അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. അതുകൂടാണ്ട് ബെസ്റ്റ് ലിറിസിസ്റ്റിനുള്ള നാഷണൽ അവാർഡ് ഈ ചിത്രത്തിന് വേണ്ടി യൂസഫലി കേച്ചേരി സാറിന് ലഭിക്കുകയുണ്ടായി. ശാസ്ത്രികളുടെയും ഭദ്രയുടെയും പ്രണയം അതിമനോഹരമായി അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ നമ്മുടെ സ്വന്തം രവീന്ദ്ര മാസ്റ്റർ സംഗീത സംവിധാനം നൽകിയിട്ടുള്ള 9 പാട്ടുകളാണുള്ളത്. മഴ എന്ന ചിത്രത്തിന്റെ അന്നിറങ്ങിയ ഓഡിയോ കാസറ്റിൽ 9 പാട്ടുകളാണുള്ളത്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട് ഏതാണെന്ന് എടുത്തു പറയാൻ പ്രയാസമുണ്ട്. എന്നാലും കുട്ടിക്കാലത്ത് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് ഈ ഒരു പാട്ടാണ്. യൂസഫലി കേച്ചേരി സാർ എഴുതിയ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി ചിത്രാമ്മ പാടി, അതായത് KS ചിത്രയാണ് ഈ ഗാനം മനോഹരമായിട്ട് ആലപിച്ചിരിക്കുന്നത്. യൂസഫലി കേച്ചേരി സാറിനെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഭയങ്കര അത്ഭുതത്തോടെയാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിരിക്കുന്നത്. ജോഗ് എന്ന രാഗത്തിലാണ് ഈ ഒരു പർട്ടിക്കുലർ പാട്ട് ഈണം ചെയ്തിരിക്കുന്നത്. അന്നു നീയൻ മുന്നിൽ വന്നു പൂവണിഞ്ഞു ജീവിതം, തേൻ കിനാക്കൾ നന്ദനമായി നളിന നയന, പ്രണയവിരഹം നിറഞ്ഞ രാവിൽ പോരുമോ നീ വീണ്ടും. എത്ര മനോഹരമായിട്ടാണല്ലേ ഈ വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ വർഷത്തെ നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. അടുത്തതായി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു ഗാനമാണ് കേട്ടോ. K. ജയകുമാർ സാർ എഴുതി മോഹനരാഗത്തിൽ രവീന്ദ്രൻ മാഷ് ഈണം നൽകി KJ യേശുദാസ്, നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഒരു പാട്ടാണ്. ഇത്രമേൽ മണമുള്ള കുടമുള്ള പൂവുകൾ എത്ര കിനാക്കളുണ്ടായിരിക്കും, സന്ധ്യാംബരത്തിന്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. പൂവിന്റെ സ്വപ്നങ്ങൾ പൂക്കളെക്കാളും മൃദുലവും സൗമ്യവുമായിരിക്കും, താമര നൂലുപോൽ പൊഴിയും നിലാവിലും യദുകുല കാമ്പോജിയായിരിക്കും. എത്ര സുന്ദരമായിട്ടുള്ള ഒരു കവിതയാണ് K. ജയകുമാർ സാർ എഴുതിയിരിക്കുന്നത് അല്ലേ? എത്ര മനോഹരമായിട്ടാണ് ഈ 2 എഴുത്തുകാരും ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് അല്ലേ? K. ജയകുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു IAS ഓഫീസർ ആയിരുന്നു. ചീഫ് സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം വിരമിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ M. കൃഷ്ണൻ നായർ ഒരു സിനിമാ സംവിധായകനായിരുന്നു. രവീന്ദ്രൻ മാഷ് തന്നെ ഈണം നൽകിയിട്ടുള്ള നീലക്കടമ്പ്, കിഴക്കുണരും പക്ഷി, ബട്ടർഫ്ലൈസ് എന്നീ ചിത്രങ്ങളിലും അദ്ദേഹമായിരുന്നു ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്. രവീന്ദ്രൻ മാഷിന്റെ മാത്രമല്ല മറ്റ് പല സംഗീത സംവിധായകരുടെയും കൂടെ 165ഓളം പാട്ടുകൾക്കാണ് അദ്ദേഹം ഗാനരചന നിർവഹിച്ചിട്ടുള്ളത്. അടുത്തതായി മറ്റൊരു മനോഹരമായ പാട്ടാണ് കേട്ടോ. നമ്മളുടെ മനസ്സിലൊക്കെ മഴ പെയ്ച്ചിട്ടുള്ള ആ പാട്ട്. ഞാൻ ഈ സിനിമ ഇറങ്ങി ഇതിലെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് പിന്നെ എപ്പോൾ മഴ പെയ്താലും ഞാൻ അറിയാണ്ട് തന്നെ ഈ ഒരു പാട്ട് മൂളാറുണ്ടായിരുന്നു. K. ജയകുമാർ സാറ് തന്നെയാണ് ഈ പാട്ട് രചിച്ചിരിക്കുന്നത്. ദാസാറും ചിത്രാമ്മയും ചേർന്നാണ് ഈ പാട്ട് ആലപിച്ചിരിക്കുന്നത്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ ആനന്ദ നൃത്തമാടുമ്പോൾ വെള്ളാരം മുത്തും കൊണ്ടാകാശം പ്രേമത്തിൻ കൈക്കുമ്പിൽ നീട്ടുമ്പോൾ മനസ്സിലും മൃദംഗമോ. അടുത്ത പാട്ട് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് സോങ് എന്നൊക്കെ പറയാം കേട്ടോ.
അന്ന് ചെറുപ്പത്തില് വാർമുകിലെ എന്ന സോങ് ആണ് ഇഷ്ടപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു പാട്ടാണ് കേട്ടോ. കെ ജയകുമാർ സാർ തന്നെ എഴുതി രവീന്ദ്രൻ മാഷ് ഈണം നൽകി ചിത്രാമ്മ പാടിയിട്ടുള്ള നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. മഞ്ഞിന്റെ മറയിട്ടൊരോർമ്മകൾക്കുള്ളിൽ മൃദുല നിലാവുദിക്കുമ്പോൾ കാലം കെടുത്തിയ കാർത്തിക ദീപ്തികൾ താനേ തിളങ്ങുകയാണോ കൽത്താമരപ്പൂവിതളുകൾ പിന്നെയും കാറ്റിൽ തുടിക്കുകയാണോ. ഇത്രമേൽ മണമുള്ള കുടമുല പൂവ് എന്ന സോങ് പോലെ തന്നെ അതിമനോഹരമായ ഒരു കവിതയാണ് ഈ ഒരു പാട്ടും. ചായങ്ങൾ മായുന്നൊരു ഈ ചുമർ ചിത്രത്തിൽ മഴവില്ല് താനേ മുതിച്ചു, മിടികൂട്ടി നിന്നാൽ തെളിയുന്ന തൊടിയിൽ നീർമാതളങ്ങൾ തളിർത്തു, അകലെ നിന്നെത്തുന്ന നീലാംബരിയുടെ ഒരു തൂക്ക് മഞ്ചിൽ കിടന്നു. എത്ര മനോഹരമായ വരികളാണല്ലേ. അടുത്ത പാട്ടെന്ന് പറയുന്നത് ഒരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. യൂസഫലി കേച്ചേരി സാർ എഴുതി രവീന്ദ്ര മാഷ് ചാരികേശി എന്ന രാഗത്തിൽ ഈണം നൽകി നെയ്യാറ്റിങ്കര വാസുദേവൻ സാറ് ബി അരുന്ധതി മാമും ദാസാറും ചേർന്ന് ആലപിച്ച ഒരു ഗാനം. ഗേയം ഹരിനാമധേയം ഗേയം ഹരിനാമധേയം ഭവഭയസാഗര തരണോപായോ ഭവഭയസാഗര തരണോപായോ ശാശ്വത മൃത്യുഞ്ജയോ ശാശ്വത മൃത്യുഞ്ജയോ. അടുത്ത പാട്ട് ഒരു സിമ്പിൾ മെലഡിയാണ് കേട്ടോ. പ്രണയം ആരോട് ആദ്യം പറയും എന്ന് ചോദിക്കുന്ന ഒരു ഗാനമാണ്. OV ഉഷാമാം എഴുതി രവീന്ദ്രമ്മ ഈണം നൽകി ആശാജി മേനോൻ പാടിയ ഒരു പാട്ടാട്ടോ ഇത്. ഈ പാട്ടിന് ആ വർഷത്തെ ബെസ്റ്റ് ലിറിസിസ്റ്റിനുള്ള അവാർഡ് OV ഉഷാമാമിന് ലഭിക്കുകയുണ്ടായി. അതേപോലെ ബെസ്റ്റ് സിംഗറിനുള്ള അവാർഡ് ആശാജി മേനോന് ലഭിക്കുകയുണ്ടായി. ആശാജി മേനോന് ഒരു പോപ്പുലർ TV പ്രസന്റർ ആയിരുന്നു. 90s ജനിച്ചവർക്ക് അറിയാം. അക്കാലത്ത് ഹൃദയരാഗം എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രസന്റർ ആയിരുന്നു ആശാജി മേനോൻ. ആരാധ്യം പറയും ആരാധ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ. അടുത്തത് ഹിമശൈല സൗന്ദര്യമായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു സിനിമയിൽ എവിടെയും ഈ ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടില്ല. അന്നൊക്കെ നമ്മൾ പാട്ട് കേൾക്കുന്നത് ഓഡിയോ കാസറ്റ് വഴിയാണല്ലോ. അപ്പം അന്നത്തെ ഓഡിയോ കാസറ്റിൽ ആദ്യമായിട്ട് ഈ പാട്ടാണ് ഉണ്ടായിരുന്നത്. ഹിമശൈല സൗന്ദര്യമാ ഒഴുകുന്ന ശിവഗംഗയാ ഉണരുന്നു നീലാംബരി ഏകാന്തരാഗാംബരി ശതകോടി ജന്മങ്ങൾ തേടുന്ന സാന്ത്വനം പടരുന്ന ഹൃദയാഞ്ജലി. കൈതപ്രം സാർ എഴുതിയ വരികൾക്ക് 3 രാഗങ്ങൾ കോർത്തിണക്കി. അതായത് ഹരഹരപ്രിയ, നീലാംബരി, കല്യാണ വസന്തം എന്നീ 3 രാഗങ്ങൾ കോർത്തിണക്കി രവീന്ദ്രൻ മാഷ് ഈണം നൽകിയ ഈ ഗാനം ദാസാറും ബി അരുന്ധതി മാമും ചിത്രാമ്മയും ചേർന്നിട്ടാണ് പാടിയിട്ടുള്ളത്. ഇത് കൂടാതെ ദാസാർ പാടിയിട്ടുള്ള ഒരു ഫുൾ വേർഷനും കാസറ്റിൽ അവൈലബിൾ ആയിരുന്നു. അവസാനമായി ഈ സിനിമയിലെ പറയാനുള്ളത് ഒരു കീർത്തനത്തിനെ പറ്റിയാണ്. ഈ സിനിമയിൽ രവീന്ദ്രൻ മാഷ് ഈണം നൽകി പാടിയിരിക്കുന്നത് നെയ്യാറ്റിങ്കര വാസുദേവൻ സാറാണ്. ജോൺപൂരി രാഗത്തിലാണ് ഈ പാട്ടുള്ളത്. ജ്ഞാനത്തിലെ പരമോനത്തിലെ ജ്ഞാനത്തിലെ പരമോനത്തിലെ ജ്ഞാനത്തിലെ പരമോനത്തിലെ ഉയർമാനത്തിലെ അന്നദാനത്തിലെ അപ്പം ഇത്രയാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഗാനങ്ങളായിട്ടുള്ളത്. മലയാളത്തിന്റെ വൺ ഓഫ് ദ ക്ലാസിക് മൂവീസ് ആണ് മഴ.
ഒത്തിരി ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സ്ലോ പേസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം മലയാളം ക്ലാസിക് മൂവീസ് ഇഷ്ടപ്പെടുന്ന ന്യൂജൻ ആൾക്കാരുണ്ടെങ്കിലും അതേപോലെ ഇതുവരെ ഈ സിനിമ കാണാൻ സാധിക്കാതെ പോയ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഒഴിവുനേരം കിട്ടുന്ന സമയത്ത് ഈ മൂവി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥ. നിങ്ങൾ സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമുക്ക് ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും ഒക്കെ അവൈലബിൾ ആണല്ലോ. അത് ഏതെങ്കിലും ഒന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് വായിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പറ്റുവാണെങ്കിൽ ഈ സിനിമയുടെ ലിങ്കും ഇതിലെ പാട്ടിൻ്റെ ഒക്കെ ലിങ്കുകളും കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് കാണാം, കേൾക്കാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ സിനിമയിൽ ഏത് പാട്ടാണ് ഇഷ്ടമായതെന്ന് കൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ സംതൃപ്തിയോടെ ഇരിക്കാം. നന്ദി, നമസ്കാരം. സിനിമ തുടങ്ങി ഭദ്ര അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് ശാസ്ത്രികൾ നീലാംബരി രാഗം മൂളുന്നത് ഭദ്ര കേൾക്കുന്നത്. ആ സമയം ഇത് കണ്ട ശാസ്ത്രികളുടെ മുറപ്പെണ്ട് ജ്ഞാനം ശാസ്ത്രികളെ ഒഴിഞ്ഞു വിടുന്നുണ്ട്. ഇത് കണ്ട ഭദ്ര ജ്ഞാനത്തിനോട് പറയുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ അല്ല ശ്രദ്ധിച്ചത്, പകരം അദ്ദേഹത്തിന്റെ പാട്ടിനെയാണ് ശ്രദ്ധിച്ചതെന്ന് പറയുന്നുണ്ട്. സിനിമയുടെ അവസാനത്തിലോട്ട് എത്തുമ്പോഴേക്കും ഭദ്ര ശാസ്ത്രികളോട് പറയുന്നുണ്ട്, ആ നീലാംബരി രാഗം ഒന്ന് മൂളുമോ. അപ്പോഴേക്കും ശാസ്ത്രികളുടെ ശബ്ദം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു അല്ലേ. എനിക്ക് ഈ സിനിമ പലപ്പോഴായി കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്, ഭദ്ര ശരിക്കും പ്രണയിച്ചത് ശാസ്ത്രികൾ എന്ന വ്യക്തിയെ അല്ല, പകരം അദ്ദേഹത്തിന്റെ പാട്ടുകളെയും ആ സംഗീതത്തിനെയാണ്.